പട്ടി കടിക്കും, സൂക്ഷിക്കുക. ഇവിടെ ആരുമില്ലേ? ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇത് ആൾത്താമസമുള്ള വീടാണോ? എന്തു വേണം? നമസ്തേ. ഓ, നമസ്തേ പറയാൻ വന്നാണോ? എവിടുന്നാ? ഞങ്ങളുടെ. വിസ്തരിക്കണ്ട, പിരിവിന് വന്നതല്ലേ. 5 പൈസ ഇവിടുന്ന് സംഭാവന കിട്ടുന്നു വിചാരിക്കണ്ട, സംഭവിക്കുള്ളൂ. അയ്യോ മാഡം, എന്നെ തെണ്ടിയെന്നോ കള്ളനെന്നോ വിളിച്ചോളൂ, പക്ഷെ പിരിവുകാരനെന്നോ രാഷ്ട്രീയക്കാരനെന്നോ വിളിച്ച് ആക്ഷേപിക്കരുത്. പിന്നെ ആരാ? എത്ര മിനുക്കം, എത്ര എളുപ്പം, എന്തൊരു ഭംഗി, എന്തൊരു ഉറപ്പ്. ഗുണമോ മെച്ചം, വിലയോ തുച്ഛം. അതാണ് ഞങ്ങളുടെ ഫാൽക്കൺ പ്രോഡക്ട്സിന്റെ മൾട്ടി കളർ വാൾ പേപ്പറുകൾ. നാനാ വർണ്ണത്തിലുള്ള എല്ലാവരും അത്യധികം ഇഷ്ടപ്പെടുന്ന ഫാൽക്കൺ പ്രോഡക്ട്സിന്റെ മൾട്ടി കളർ വാൾ പേപ്പറുകൾ നോക്കൂ. മനുഷ്യനൊന്ന് ഉറങ്ങാനും സമ്മതിക്കില്ലേ? സോറി സാർ, ടൈം ഇസ് 9:30. അതുകൊണ്ടാ. എത്ര ഭംഗി, എന്തൊരു എളുപ്പം. നോക്കട്ടെ. നിമിഷ നേരം കൊണ്ട് നിങ്ങളുടെ ചൂടൊരു പൂങ്കാവനമായി പൂത്തുല്ലസിക്കാൻ പോവുകയാണ്. മന്ത്രമല്ല, മായല്ല. ഇതാണ് ഞങ്ങളുടെ ഫാൽക്കൺ പ്രോഡക്ട്സിന്റെ അത്ഭുതകരമായ കണ്ടുപിടുത്തം. നാനാ വർണ്ണ ഇവിടെ നിന്നോട് ഒച്ച വെച്ചാൽ എന്റെ വിധം മാറും. എന്താ ഇതിന്റെ വില? ഇതിന്റെ വില എന്ന് പറഞ്ഞു എന്നോട് അകത്ത് പോകാനാ പറഞ്ഞത്. നിങ്ങൾ എന്തിനാ ഞങ്ങൾ ചാടുന്നത്? ദോഷം പറയരുതല്ലോ. ചുമരിലൊട്ടിച്ചാ നല്ല ഭംഗി. എന്നാ വാങ്ങിച്ച ഒറ്റയ്ക്ക് 10,000 അടുക്കി വെച്ചിട്ടുണ്ടല്ലോ, തറവാട്ടിന് കൊണ്ടുവന്ന സ്വത്ത്. സാരമില്ല മാഡം, മാഡത്തിനെ പോലെ എല്ലാവർക്കും കലാവാസന ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. നോക്കിക്കോ, ഞാൻ വീട് മുഴുവനും വാങ്ങിച്ച് ഒട്ടിക്കാൻ പോവാ. നമുക്ക് ഒട്ടിക്കാം. ആദ്യം ഞാനിത് ഒട്ടിച്ച മാഡത്തിന് ഇതിന്റെ ഭംഗി അയച്ചിരാം. വരും. മോളെ, ഇത് ചുമരിലൊട്ടിച്ചാൽ ആഹാ, എന്തൊരു ഭംഗി, എന്തൊരു ഉറപ്പ്. വിലയോ തുച്ഛം, ഗുണമോ മെച്ചം. ഞങ്ങളുടെ ഫാൽക്കൺ പ്രോഡക്ട്സിന്റെ മൾട്ടി കളർ വാൾ പേപ്പറുകൾ. നാനാ വർണ്ണത്തിലുള്ള. അമ്മ ഈ ലോകത്തൊന്നുമല്ലേ ജീവിക്കുന്നത്? മോളെ, ഇത് ചോരിലൊട്ടിച്ചാൽ നമ്മുടെ എല്ലാ പ്രശ്നവും തീർന്നു അല്ലേ? മാഡം, ഞങ്ങളുടെ ഈ ഫാൽക്കൺ പ്രോഡക്റ്റ്. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. വലിയ കഷ്ടമുണ്ടമ്മേ. അറിയാത്തതുകൊണ്ടാ. ഞങ്ങളുടെ ഈ നാനാ വർണ്ണത്തിലുള്ള പൊയ്ക്കോളൂ, പൊയ്ക്കോളൂന്ന്. ഞാൻ പോട്ടെ. എക്സ്ക്യൂസ് മീ, ഫാൽക്കൺ പ്രോഡക്ട്സിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ല അല്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഭാരതത്തിലെ മറ്റേത് കമ്പനി ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും മെച്ചപ്പെട്ട വാൾപേപ്പറുകളാണ് ഫാൽക്കൺ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത്. പൊടി പുരണ്ടാലോ ചെളി പുരണ്ടാലോ നിമിഷ നേരം കൊണ്ട് നിങ്ങൾക്ക് പച്ചവെള്ളം കൊണ്ട് കഴിക്കളയാം. പെയിന്റിലായി പോകുമെന്നോ കുളിർന്ന് കീറി പോകുമെന്നോ അതൊന്നും ഭയപ്പെടാനില്ല. അതിന് ഞാൻ എന്ത് വേണം? ഫാൽക്കൺ പ്രോഡക്ട്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ തിരുത്തണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. ഒരു കസ്റ്റമർ, അത് നിങ്ങളുടെ അമ്മയായിരിക്കും അല്ലായിരിക്കും, ഞങ്ങളുടെ കമ്പനിയുടെ വാൾപേപ്പറിന് ഓർഡർ തരാൻ വരികയായിരുന്നു. നിങ്ങൾ അത് തടഞ്ഞു. കാലത്തിന്റെ മനുഷ്യനെ ഉപദ്രവിക്കാൻ വന്നിരിക്കുകയാണോ? ഒരു സെയിൽസ് റെപ്പിന്റെ അധ്വാനം. നിങ്ങൾ ഷട്ട പറയണേ, ഞാനും ഷട്ട പറയേണ്ടി വരും. ഫാൽക്കൺ പ്രോഡക്ട്സ് ആരുടെ മുമ്പിലും തലവണിക്കുന്ന കാര്യമില്ല. ഇയാൾ വെറുതെ ശല്യപ്പെടുത്താൻ വരുന്നു. ഞാൻ ഏതായാള് എനിക്കറിയില്ല. ഞാൻ ആരാടോ കേടാന്നോ? മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാൻ ഫാൽക്കൺ പ്രോഡക്ട്സിന്റെ ഉദ്യോഗസ്ഥനാണ്. കഞ്ഞി പാചകം നോക്കുന്നത് എന്താ പ്രശ്നം? എന്താ വെള്ളരിക്കാൻ പറ്റണോ? ഒരാളോട് സംസാരിക്കാൻ വേണ്ട. എനിക്ക് ആളുകളൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഒന്നും ചെയ്യാൻ എനിക്ക് സംസ്കാരമുള്ളതാ. എനിക്കൊന്നും വേണ്ട. എവിടെ ചെന്നാലും ഒരു ഒടുക്കത്തെ ക്യൂ. അതെ,
പൊന്നു സുഹൃത്തുക്കളെ, വളരെ ദൂരെ എന്റെ ഓഫീസ്. 2 മിനിറ്റിനകം ബസ് വരും. പിന്നത്തെ ബസ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാ. ഞാനിത് നടച്ചോട്ടെ. ലാസ്റ്റ് ഡേറ്റ് ഫ്യൂസ് വരും. എല്ലാവർക്കും തിരക്കുണ്ട് പക്ഷേ. അല്ല, എനിക്ക് ലീവില്ല. ഉണ്ടായിരുന്നു ഞാൻ ഇന്ന് മുഴുവൻ ഇവിടെ നിന്നേനെ. പ്ലീസ്, പുറകിലുള്ളവർ ചോദിക്കും. എല്ലാവരും ഒന്ന് സമ്മതിക്കണം. എനിക്ക് ലീവില്ല. എന്റെ ശമ്പളം കട്ടായി പോകും. ഞാൻ നടക്കുന്നേ. പറ്റില്ല. ഇയാൾ നുണ പറയാ. ഫാൽക്കൺ പ്രൊഡക്ട്സ് അല്ലേ? ഇവിടുന്ന് 5 മിനിറ്റ് നടന്നാ പോരെ നിങ്ങളുടെ ഓഫീസിലേക്ക്? ഫാൽക്കൺ പ്രോഡക്ട്സിൽ അല്ലെങ്കിലോ? ഇവിടെ നിന്നായി കുരിശ കയറി വരുന്നത്. പ്ലീസ്, ഞാൻ നടക്കുന്നേട്ടോ. രാവിലെ തന്നെ ഇറങ്ങും, ഒരു തട്ടിപ്പുണ്ട്. പോകാം. ഞാൻ ഇവിടെ എന്നോടല്ലേ പറഞ്ഞേ പോകാൻ. എവിടെ നോക്കിയാണോ നിൽക്കുന്നത്? സോറി. ഒന്ന് ഒതുങ്ങിയേ. ടിക്കറ്റ് 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 2:70. ഒരാളാരാ? അതെ. ബാക്കി പിന്നെ തരാം. ആ ടിക്കറ്റ് ടിക്കറ്റ്. ഒരു ടിക്കറ്റ് എടുക്കണം. ടൗൺ ഹാൾ. ടിക്കറ്റ് എടുത്തല്ലോ. ആരെടുത്തു? ഞാൻ എടുത്തിട്ടുണ്ട്. ദാ. കണ്ടക്ടർ, നിങ്ങൾ ടിക്കറ്റ് തരുന്നുണ്ടോ? 70 പൈസയുടെ 2 ടിക്കറ്റ് സാർ എടുത്തന്നേ. എനിക്ക് 50 പൈസ ടിക്കറ്റ് വേണ്ടത്. ഈ ബസ്സിന്റെ ലാസ്റ്റ് സ്റ്റോപ്പ് വരയ്ക്കും 70 പൈസ. അത് ഞാൻ എടുത്തു. നീ വേണേ ടൗൺ ഹാളിലാണ് ഇറങ്ങിക്കോ. അതിനെന്താ? രാവിലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒന്ന് ഉടക്കി. അതാ. മിസ്റ്റർ, അനാവശ്യം പറയരുത്. വേണ്ട, ദേഷ്യം വരുമ്പോ ഇവളെന്നെ മിസ്റ്റർ എന്നാ വിളിക്കുന്നത്. ചുമ്മാ ഇരി. വീട്ടിൽ ആരംഭിച്ച ഉടക്ക് ഇതുവരെ എത്തിച്ചത് മോശമായി പോയി. സാറ് പാവം. സാധാരണ സ്ത്രീകൾ ആദ്യം നടക്കുക. നോൺസെൻസ്. ബസ് ചേർത്തു. എനിക്ക് ഇവിടെ ഇറങ്ങണം. എന്തൊരു ദേഷ്യ. ബസ്സല്ലേ, ആൾക്കാർ കേൾക്കില്ലേ? പറഞ്ഞത് കേട്ടില്ലേ? ബസ് ചേർത്തു. അത് ഞാൻ സമ്മതിക്കില്ല. അതൊന്ന് കാണുമല്ലോ. താൻ ഏത് പ്രാണ്ടാശത്തിൽ നിന്നാ വരുന്നത്? കുട്ടി, എത്ര ദേഷ്യം വന്നാലും ഭർത്താവിനോട് ഇങ്ങനെയൊന്നും സംസാരിക്കുന്നത് ശരിയല്ല. ആ, അങ്ങനെ പറഞ്ഞു കൊടുക്ക അമ്മായി. ഇവക്ക് ബുദ്ധി വരട്ടെ. ഇതെന്തേ കാണിക്കുന്നത്? എന്ത് ചെയ്യാൻ ആശാനെ, ഭർത്താവായി പോയി. നിങ്ങളെ എന്നെ പല രീതിയിൽ ഉപദ്രവിച്ചു. പെൺകുട്ടികൾക്ക് ഇത്ര അഹങ്കാരം പാടില്ല കേട്ടോ. മോർണിംഗ്. ദേഷ്യാണല്ലേ? ചെയ്തത് തെറ്റായിപ്പോയെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായത്. പെട്ടെന്നുള്ള വാശിക്ക് അങ്ങനെ പറ്റിപ്പോയതാണ്. അത് എന്നോട് വെറുപ്പ് തോന്നുന്നത് തികച്ചും സ്വാഭാവികമാണ്. അത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഞാൻ അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. എന്നെ ചീത്ത വിളിച്ചോളൂ, ഇഷ്ടം പോലെ ചീത്ത വിളിച്ചോളൂ. എന്ത് ശിക്ഷയും ഞാൻ അർഹിക്കുന്നുണ്ട്. രാത്രി ഞാൻ തീരെ ഉറങ്ങിയില്ല. അത്രയും കുറ്റബോധം തോന്നി മനസ്സിൽ. ആ ബസ്സിലുണ്ടായിരുന്ന ഏതെങ്കിലും ഒരാള് എന്തെങ്കിലും ഒരു ദിവസം കുട്ടിയുടെ വീട്ടിൽ പെണ്ണ് കാണാൻ വന്നു വിചാരിക്കാം. എന്തായിരിക്കും സ്ഥിതി? ചിലപ്പോൾ ഈ ഒറ്റ കാരണം കൊണ്ട് കുട്ടിയുടെ കല്യാണം നടന്നില്ലെന്ന് വരും. ഞാൻ ചെയ്തത് പമ്പര വിട്ടുതരായിപ്പോയി. പ്ലീസ് എന്നെ ഒന്ന് വഴക്ക് പറയൂ. എന്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി. വേണമെങ്കിൽ ചില അശ്ലീല വാക്കുകൾ ഉപയോഗിച്ചോളൂ. വഴക്ക് പറയാൻ. എനിക്ക് കുറച്ച് സംസ്കാരം ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. എന്ന് വെച്ചാൽ അത് കൊള്ളാം. എന്ന് വെച്ചാൽ എനിക്ക് സംസ്കാരം ഇല്ലെന്ന് അല്ലെ? മതി, തൃപ്തിയായി. പക്ഷെ ഇങ്ങനെ ധ്വനിപ്രയോഗം നടത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കടുത്ത വാക്കുകൾ സുലഭമായിട്ട് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് തെണ്ടി, ബോറൻ, അലവലാതി, അങ്ങനെ പലതും. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഉദ്ദേശം അത് ഉദ്ദേശം മനുഷ്യനെ വഴിയെടുക്കാൻ സമ്മതിക്കില്ലേ? ഇല്ല. അല്ല, അതെ, ഈ കുറ്റബോധം
മനസ്സിൽ കിടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട് ഒരു വൈകാരികമായ അല്ല ഈ മാനസിക സന്ദർഭം അല്ല സമ്മർദ്ദം വിരോധമില്ലെങ്കിൽ എന്നോട് പകയില്ല വെറുപ്പില്ല എന്നൊക്കെ പറഞ്ഞാൽ കൊള്ളായിരുന്നു. നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഉണ്ടല്ലോ, ഞാൻ ഫാൽക്കൺ പ്രോഡക്ട്സിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. പേര് TP ബാലഗോപാലൻ MA. ചോദിച്ചില്ല. വേണ്ട, പറഞ്ഞതേ ഉള്ളൂ. പറയുന്നതിനെന്താ? കുട്ടിയുടെ പേരെന്താ? സമയമാകുമ്പോ അറിയിക്കാം. ആള് വലിയ തമാശക്കാരിയാണല്ലോ. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നവർക്ക് വട്ട. ആദ്യം കണ്ടപ്പോ ഭയങ്കര ഗൗരവക്കാരിയാണെന്നല്ലേ വിചാരിച്ചിരുന്നത്. ഇപ്പൊ നോക്കുമ്പോ ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമറുള്ള പാർട്ടി. എന്താ രണ്ടുപേരുടെയും പിണക്കമൊക്കെ തീർന്നോ? അതിന് നമ്മൾ തമ്മില് പിണക്കമൊന്നും ഇല്ലല്ലോ അല്ലേ? അല്ല സാറേ, ഈ കൈക്കൂലി കൊടുക്കാൻ പ്രശ്നം ഉണ്ടായിട്ടല്ല. പക്ഷെ ആശാരിമാരുടെ ഇപ്പൊ കൂലി എന്താ? അതെ അതെ, എന്തായാലും വേണ്ടില്ല, സംഗതി നടന്നു കിട്ടിയാൽ മതി. ശരി, പിന്നെ കാണാം. അല്ല ഇതെന്താ ഇവിടെ? പാടില്ലേ? ഈ ഭാഗത്ത് നിരോധനം വല്ലതും ഉണ്ടോ? രാവിലെ തന്നെ ഉടക്കാണല്ലോ. ഇതെന്റെ പ്രോപ്പർട്ടിയാ. ഒരു വീട് വെക്കാൻ പോകുന്നു. 2 നില വേണമെന്ന് ഉദ്ദേശിക്കുന്നത്. സന്തോഷം. അപ്പോ ഇനി ഈ വഴി കൂടി നടക്കാൻ പറ്റാതാവും. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും ഹ്യൂമർ സെൻസ് ഉള്ള ഒരു പെൺകുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെന്ന്. എന്താ പേര്? അറിഞ്ഞിട്ട് പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. പ്രയോജനത്തിനൊന്നുമല്ല, ഏതായാലും ഇത്ര ആയ സ്ഥിതിക്ക്. എത്രയായ സ്ഥിതിക്ക്? അയ്യോ, കേറി ഉടക്കല്ലേ. കുട്ടി വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല ഞാൻ. പാവപ്പെട്ട വെറും ഒരു മര്യാദക്കാരൻ. പരിചയപ്പെട്ട സ്ഥിതിക്ക് പേരറിയാലോ എന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. ഞാൻ അനിത. നല്ല സ്റ്റൈലം പേര്. പോട്ടെ, സമയമായി. ഒരു മിനിറ്റ്. അല്ല, എവിടാ വർക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞേ? പറഞ്ഞില്ലല്ലോ. അല്ല, എവിടാ വർക്ക് ചെയ്യുന്നത്? അൽഹുത്തമ സ്കൂളിൽ ടീച്ചറാ. ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ. അയ്യോ, എന്റെ ചേച്ചിയുടെ 2 പിള്ളേരെ എവിടെ പഠിക്കുന്നത്? ആണോ? ഏത് ക്ലാസ്സിൽ? പിന്നെ 3rd മൂത്തവള് മിനി, 2nd രണ്ടാമത്തെ ദിവ്യ. രണ്ടും എന്റെ ക്ലാസ്സാ. പോട്ടെ, നേരം വൈകി. അല്ല, വീട്ടിൽ നിന്ന് വിളമ്പരം നടന്നാ വന്ന്? ഈ പ്രായത്തിലല്ലാതെ തന്നെ എപ്പോഴാ നടക്കുക? ആരായാല്? എനിക്കറിയില്ല. അറിയാത്തവർ തമ്മിൽ സംസാരിച്ചല്ലോ. വഴി ചോദിച്ചതാ. അല്ല, വീട്ടിൽ നിന്ന് നടന്നാണോ വരുന്ന ചോദിക്കുന്ന കേട്ടു. ഒന്നുമില്ല. ഇല്ലാത്തോണ്ടാക്കി ടീച്ചേഴ്സിനോട് പറഞ്ഞു കിണിക്കരുത്. വാ. വേഗം നടക്കണം, എനിക്ക് ഓഫീസിൽ പോകാൻ വൈകി. അധിക പ്രശ്നം പറഞ്ഞ ഒറ്റ വീക്ക് വെച്ച് തരും കേട്ടോ. പറഞ്ഞേ. India is my country. India is my country. All Indians are my brothers and sisters. I love my country. And I'm proud of its rich and varied heritage. I shall always try to be worthy of it. I shall give my parents, teachers, and all elders respect, and treat everyone with courtesy. My country, and my people, ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടീസ്. എനിക്കറിയാലോ. ആ, ക്ലാസ്സിൽ പൊയ്ക്കോ. വികൃതി വല്ലതും കാണിച്ചാ ടീച്ചർ തല്ലും. ആ, പൊയ്ക്കോ. അതെ, ഈ കുട്ടികളെ തല്ലാറുണ്ടോ? ആവശ്യം വരാറില്ല. അയ്യോ, തല്ലണം. ചെറിയ കുട്ടികളെ നല്ലോണം തല്ലണം. മൂത്തവള് മഹാവികൃതിയാണ്. ഞാൻ പരിപൂർണ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു, ഇഷ്ടം പോലെ തല്ലിക്കും. വെറുതെ തല്ലാൻ ഇത് പോലീസ് സ്റ്റേഷനൊന്നും അല്ലല്ലോ. അല്ല, അനുസരണൊക്കെ തല്ല് തന്നെ നല്ല വരുന്നത്. ഒരു അടിത്തറ ഇല്ലെങ്കിൽ പഠിത്തം ശരിയാവില്ല. ചിലപ്പോ രാത്രി 12 മണി വരെയൊക്കെ ഇരുന്ന് ഞാൻ തന്നെ ഇവരെ ഇംഗ്ലീഷും കണക്ക് പഠിപ്പിക്കാറുണ്ട്. ആ 2 വിഷയത്തിലാണ് കുട്ടികൾ മോശം. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. ഞാൻ ക്ലാസ്സിൽ പോട്ടെ. അതെ, പിന്നെ ഞാൻ ഈ വാൾ പേപ്പറിന്റെ ക്യാൻവാസിംഗ് നിർത്തി. ഇപ്പൊ ഓഫീസിലെ കുട്ടികൾ എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ഉടനെ എന്നെ ഫോണിൽ വിളിച്ചറിയിക്കണം. ഇതാ എന്റെ ഫോൺ നമ്പറും അഡ്രസ്സും.
അതായത് കുട്ടികളിപ്പോ വെറുതെ കാണിച്ചാൽ അല്ലെങ്കിൽ ചെറിയ കുട്ടികളുമായിട്ട് എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയാൽ എന്തെങ്കിലും എന്നെ വിളിച്ചറിയിക്കണം. മടി വിചാരിക്കരുത്. എന്റെ സിസ്റ്ററിന്റെ കുട്ടികളാണ്. അപ്പൊ ഒരു അമ്മാവൻ എന്ന നിലയിൽ അവരുടെ ഭാവി ഞാൻ പറട്ടെ. അനിതേ, വഴി ഇതുവരെ പറഞ്ഞു കൊടുത്തില്ലേ? ഇന്നലെ നിന്നോട് വഴി ചോദിച്ച പാർട്ടിയല്ലേ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാനിതേ. ഹലോ, എനിക്കാണോ? ഫാൽക്കൺ പ്രൊഡക്ട്സ് ഹിയർ. മേ ഐ നോ ഹൂ സ്പീക്കിംഗ്? ഒന്ന് ചുമ്മാരിക്കണോ? സോറി, ഇവിടെ പറഞ്ഞതാ. ഉടനെ അയക്കാം. ഓക്കെ. ഒരു കോള് വരെ. എന്ത്? അതെ, ടി പി ബാലഗോപാലിനെ വേണമെന്ന് എന്നെ വിളിച്ചാൽ മതി. What is the spelling of price? Nisha? Prize. Good. What is the spelling of glad? Naveen? GLAD. Okay. Now, Divya spell sorry. COR. What? COR. രാത്രി വീട്ടിൽ നിന്ന് എഴുതി പഠിക്കാൻ പറഞ്ഞിട്ടില്ലേ? എഴുതി. എന്നിട്ട് എന്താ തെറ്റുന്നത്? അങ്കിള് രാത്രിയിൽ പഠിപ്പിച്ചു തരാറില്ലേ? ഇല്ല. കളവ് പറയരുത്. ഞങ്ങൾ ഉറങ്ങി കഴിയുമ്പോഴേ അങ്കിൾ വരിക. ഓഹോ, അത് ശരി. ടീച്ചറിനൊരു ഫോണുണ്ട്. എനിക്കോ? അതെ, ഏതോ ഒരു ബാലഗോപാലൻ. ആരും ശബ്ദം ഉണ്ടാക്കരുത്. ഹലോ. ഹലോ, ഞാനാണ് ടി പി ബാലഗോപാലൻ. എന്താ എന്നെ വിളിക്കായിരുന്നു? അത് ഒന്നുമില്ല. പിന്നെ കുട്ടികളെ രാത്രി മുഴുവൻ പഠിപ്പിക്കുന്ന കാര്യം സത്യമാണെന്ന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? കുട്ടികൾ പറഞ്ഞ മഹാവീറുകളാ, നന്നായിട്ട് നുണ പറയും. പിന്നെ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എപ്പോ കാണാം? എന്ത് കാര്യം? അത് നേരിട്ട് പറയാനുള്ള. ഞാൻ ശല്യപ്പെടുത്താണെന്ന് വിചാരിക്കരുത്. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഞാനവിടെ എന്റെ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അവിടെ കാത്തിരിക്കാം. അത് ഞാൻ ചിലപ്പോ നേരത്തെ പോയെന്ന് വരും. ഞാൻ നേരത്തെ കാത്തിരിക്കാം. വിരോധമില്ലെങ്കിൽ കാണാം. ഓക്കെ? ഓക്കെ. ആരാ ഈ ബാലഗോപാലൻ? അത് അത് എന്റെ ഒരു കസിനാണ് സർ. ഞാൻ കുറച്ച് നേരത്തെ എത്തി. വരൂ, അകത്ത് വരൂ. ഇവിടെ ഒരു കിണർ ഒഴിക്കാൻ സ്പോട്ട് കണ്ടുവച്ചിരുന്നു. പക്ഷെ വെറുതെ കുറെ സ്ഥലം കളയുന്ന എന്തിനാ പലരും ചോദിക്കുന്നത്. ട്യൂബ് വെല്ലാണ് അത്ര നല്ലത്. പക്ഷെ ഈ ട്യൂബ് വെല്ലിന്റെ പാർട്ടീസിനെ നമ്മൾ തമിഴ്നാടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണം. അതാ പ്രശ്നം. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? ഇതൊക്കെ തന്നെ. അതായത് ഈ ട്യൂബ് വെല്ലിന്റെ എനിക്ക് ട്യൂബെല്ലിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. ട്യൂബ് വെല്ല് എന്ന് പറഞ്ഞാൽ കുഴൽക്കിണർ. പരിഭാഷയുടെ കാര്യമല്ല പറഞ്ഞത്. ഓ, അത് കുഴിക്കുന്ന കാര്യം. അതിനാണല്ലോ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരാന്ന് പറഞ്ഞത്. പക്ഷെ ഈ ട്യൂബ് വെല്ല് വളരെ എക്സ്പെൻസീവ് ആവുമെന്നോ ഇപ്പൊ പേടി. ഈ ട്യൂബ് വലിയ ശല്യമായല്ലോ. കുട്ടികളെ കുറിച്ചോ മറ്റോ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്. അതും പറയാം. ഇതാണ് നമ്മുടെ വീടിന്റെ പ്ലാൻ. ഇത് ഡ്രോയിങ് റൂം. ഇവിടെ ഒരു പാർട്ടീഷൻ ഉണ്ടാവും. ഇത് ഡൈനിങ് റൂം. ഈ ഡൈനിങ് റൂമേ മുകളിലാവുന്നതാണോ താഴെയാവുന്നതാണോ നല്ലത്? മുകളിൽ എന്ന് പറഞ്ഞാൽ അങ്ങ് ആകാശത്തോ? കളി പറഞ്ഞല്ലേ. മുകളിലാവുമ്പോ ഊണ് കഴിഞ്ഞ് 2 കസേര എടുത്തിട്ട് ടെറസ് ചെയ്താൽ നല്ല കാറ്റുകൊള്ളാം. ഒരാൾക്കിരിക്കാൻ എന്തിനാ 2 കസേര? ഒരാളല്ല, 2 ആളുണ്ടാവും. ഉണ്ടാവണമല്ലോ അല്ലേ? എനിക്കെന്തറിയാം. ബാക്കി നാളെ പറയാം. എന്ത് ഇവിടെ അടുത്ത് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്. പിന്നെ കാണാം. വണ്ടി നീയായിരുന്നോ? നിന്നെ ഓഫീസിൽ അന്വേഷിച്ചപ്പോ നീ ലോഡ്ജിൽ പോയെന്ന് പറഞ്ഞ അവിടെ വന്ന് അന്വേഷിച്ചപ്പോ നീ എവിടെ?
ഇവിടെ പിന്നെ അന്ന് നിന്നെ കണ്ടപ്പോ നീ ഓടി കളഞ്ഞില്ലേ? ആരോടി? അല്ല അതൊക്കെ പോട്ടെ, ആ കണ്ടീഷനിൽ ആരാലും ഓടിപ്പോവും. ആരെപ്പോ എവിടെ ചോദിക്കാൻ? ആരാ കക്ഷി? കക്ഷിയാ? എന്റെ കക്ഷി. ഞാൻ പോന്നെ. ആർക്കാ മരുന്ന്? മരുന്ന് നമ്മുടെ ഓഫീസിൽ ജോലിയുള്ള ആളുടെ, പിന്നെ 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 മദറിന്റെ? മദറിന്റെ നിനക്ക് അറിഞ്ഞൂടാ? എന്റെ അടുത്ത് പറയണേ. എന്നാ ഞാൻ പിടിച്ചോളാടാ മരുന്ന്. അമ്മേ, ഇവിടെ ഫ്ലാസ്ക് ഇല്ലേ? ഇല്ല. ആ, അത് കൊള്ളാം. നിങ്ങൾക്കൊരു ചായ കുടിക്കാൻ തോന്നി എന്ത് ചെയ്യും? ഞാനൊരു ഫ്ലാസ്ക് വാങ്ങിച്ചോട്ടെ. വേറെ എന്തെങ്കിലും വേണം? ചലച്ചിത്രം? ആ. ദേ, ഏ? ഒന്ന് നിൽക്കൂ. എന്താ? ഇത് വാങ്ങൂ. അച്ഛനെ ഹോസ്പിറ്റലൈസ് ചെയ്ത കാര്യം എന്നോട് വിളിച്ചു പറഞ്ഞപ്പോ അനിത എന്നെ സ്വന്തത്തിൽപ്പെട്ട ഒരാളായിട്ട് കരുതിയല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇതെന്നോട് കാണിച്ചാലേ എനിക്ക് വിഷമം തോന്നും. എന്റെ കാശുണ്ടല്ലോ, സ്കൂളിൽ നിന്ന് ഞാൻ കുറച്ച് രൂപ വാങ്ങിയിട്ടാ വന്നത്. അതവിടെ ഇരിക്കട്ടെ. എന്റെ കയ്യിലുള്ള തീരുമാനം പറയാം. അനിതയ്ക്കറിയാമോ, എന്റെ അച്ഛനും അമ്മയും മരിച്ചിട്ട് കാലം കുറേയായി. ഇപ്പോ അവരൊക്കെ തിരിച്ചു വന്നതായി എനിക്ക് തോന്നുന്നു. അനിതയുടെ അച്ഛനെ അമ്മയും കാണുമ്പോ അധികം ആഗ്രഹിക്കാനില്ലാതെ ജീവിക്കായിരുന്നു ഞാൻ. ഇപ്പോ ഈ സന്ദർഭത്തില് എന്താ പറയേണ്ടത് എനിക്കറിയില്ല.